പ്രകാശേ ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. കേരളത്തിലെ ജനങ്ങൾക്ക് BJP ഇല്ലെങ്കിൽ ആരാണ് ഉള്ളത്? എവിടെയായിരുന്നു 3-4 ദിവസം? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. കേരളത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കട്ടുമുടുക്കിയല്ലേ? അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല, കൈപൊക്കാൻ അറിയാവുന്നവന്മാരൊക്കെ ഇവിടെ നേതാവല്ലേ. അവന്മാര് കൈ പൊക്കി പൊക്കി നാട് പൊങ്ങാതായി. C ക്ലാസ് മണ്ഡലത്തെ A ക്ലാസ് മണ്ഡലമാക്കി മാറ്റാനുള്ള പ്രൗഢി ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആർക്ക്? ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക്. രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ആ തീരുമാനം വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ ഉണ്ടാകും. ഈ ചക്കിയും ചങ്കരനും കളിയുണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ചക്കിയും ചങ്കരനും കളി. എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഈ രണ്ടു കൂട്ടരെയും, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കേരളത്തിന് വേണ്ട എന്ന തീരുമാനം സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അല്ലെങ്കിൽ പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകൊന്ന് കുറച്ചാലെന്താ? ഇപ്പൊ വളരെ കുറച്ചിരിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ മോദി പാർട്ടി എന്ന് പറഞ്ഞ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിശ്വസിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ വലിയ വീരവാദവുമായിട്ട് ഇനി വരില്ലെന്നേ. അതാ നല്ലത്. നമുക്ക് നോക്കാമല്ലോ. കേട്ടാ മതി ഞങ്ങൾക്ക്. നമുക്ക് കാണാം. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ. ചെല്ലേ, നീ പോയി കിടന്നോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോ പോ പോ. കെടാ കെടാ കെടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി.